വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ സഭാദിനം കൊണ്ടാടുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തതിനായി. ഒരു ചെറിയ ദുഃഖവും ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സാറിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുള്ളത്. എങ്കിലും അതിനെല്ലാം നടുവിൽ ദൈവം നമ്മളെ അത്ഭുതമായി വഴി നടത്തുന്നു. ജോസ് സാറും ഈ സഭ ഇവിടെ സ്ഥാപിതമായ ആ നാൾ മുതൽ ഇന്നുവരെ ഇവിടെ ജീവിച്ച നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും അവരെ അത്ഭുതകരമായ ദിവ്യ വെളിച്ചത്തിലേക്ക് വഴി നടത്തിയ അതിശ്രേഷ്ഠരായ മിഷണറി വീരന്മാരെയും ദൈവദാസന്മാരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കും. 139 അല്ലെങ്കിൽ 140 വർഷം എന്നൊക്കെ റഫായിട്ട് പറയാം. ഏതാണ്ട് സുമാർ 6 തലമുറ, 5-6 തലമുറ പിന്നിട്ടിരിക്കുന്നു നമ്മൾ ഇവിടെ ഈ സഭ സ്ഥാപിതമായിട്ടുള്ള വിശ്വാസ സമൂഹം സ്ഥാപിതമായ. അന്ന് തൊട്ട് ഇന്ന് വരെ നടത്തിയ വിധങ്ങളെ ഓർക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. അതിനാൽ വളരെ താല്പര്യപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാനും ബഹുമാനപ്പെട്ട ഇടവപ്പെട്ടക്കാരനോട് ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യും. 1-2 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം എന്ന് കരുതുന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. 17-ാം വാക്യം: ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. അതിൻ്റെ 34-35 വാക്യങ്ങൾ ചേർത്ത് ഞാൻ വായിക്കട്ടെ. അവിടെ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അപ്പോൾ മേഘം സമാപന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്യുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ 2024-ാം ആണ്ടിൽ ഈ സഭയുടെ സഭാദിനം കൊണ്ടാടുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തിയ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ആഗമനത്തിൽ 1-ാം നാളിൽ ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അങ്ങ് ഭാഗ്യം തന്നല്ലോ. ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണം. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവിടെയും പറയുന്നതിനപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വമെല്ലാം അങ്ങ് മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടെ കേൾക്കണമേ. ആമേൻ. ഈ സഭാദിനത്തെക്കുറിച്ച് വളരെ വളരെ നേരത്തെ എന്നോട് പറയുകയും ഇതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത സ്നേഹമുള്ള സാബു അച്ഛനെയും സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, സഭാമക്കൾ എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും സമയത്ത് ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയും ഒരു വലിയ ഉത്സവം, ഒരു ആഘോഷമായിരുന്നു ഇവിടെ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ടായിരുന്നു. നമുക്ക് പുതിയ മാധ്യമങ്ങളിലൂടെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഓർത്തപ്പം
ആദ്യം ഞാൻ ഓർത്ത് പെരുന്നാൾ തീർന്നോ, പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്, പിന്നെ ഞാൻ നോക്കുന്നത് തുടങ്ങിയതോളം. അത് കഴിഞ്ഞപ്പോൾ ഡേറ്റ് നോക്കിയപ്പോൾ ഒരു ഞായറാഴ്ച ഒരാഴ്ചത്തെ പ്രോഗ്രാം. എൻ്റെ മനസ്സിൽ ഈ ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമേ കിടന്നിരുന്നുള്ളൂ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒരു ദിവസത്തെ പ്രോഗ്രാമല്ല, ഇത് ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ് എന്ന് മനസ്സിലായത്. വളരെ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ആൾ ഈ അവസാന ദിവസം ഇത്രയും പേര് വന്നല്ലോ എന്നോർത്തും എനിക്ക് അതിശയം തോന്നുന്നുണ്ട്. കാരണം ഒരു ദിവസം തന്നെ ആൾക്കാർക്ക് മടിയാണ്, 2 ദിവസം കൂടി അത് തീർന്നു. ഇത് ഒരാഴ്ച 8 ദിവസത്തോളം ഇങ്ങനെ ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെ. അത്രയും ഈ സഭയുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സഭയ്ക്ക്, ഈ ദേവാലയത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ അത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളത് അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഈ കുടിവരവ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേദവസ്തുത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉത്സവങ്ങളൊക്കെയും ഒരു ദിവസമായിട്ടല്ല കൊണ്ടാടപ്പെട്ടിരുന്നത്, മിനിമം 7 ദിവസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് നിങ്ങൾ അതിനനുസരിച്ച് അത് ചെയ്യുന്നതിലും അതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ വായിച്ച ആ വേദഭാഗം ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു തിരുനിവാസം നിവർത്തിയതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സമാഗമന കൂടാരം നിവർത്തിയതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ ആരാധന ആണ് അവിടെ കാണുന്നത്. ഒരു ആലയം എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് രൂപപ്പെടുത്തിയ ഒരു ആരാധന ആലയമാണ് ഇവിടെ, ആലയത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ ശേഷം 2 സംവത്സരം 1 മാസം 1 തീയതി, ചുരുക്കം പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ, മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടു 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ തിരുനിവാസം അല്ലെങ്കിൽ സമാഗമന കൂടാരം അവർ നിവർത്തി ആരാധനയ്ക്കായിട്ട് വേർതിരിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാധന ആലയം എന്ന് പറയുന്നത് ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇതിനെ മഹത്വപൂർണ്ണമാക്കി തീർക്കുന്നത്. ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്ത, മോശ മുഖാന്തരം അരുളി ചെയ്ത കൽപ്പനകൾ ഓരോന്നോരം നമ്മൾ നോക്കുമ്പോൾ അവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞാണ് കൽപ്പനകൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആരാധിപ്പാനായിട്ട് ഫറവോനോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ അടിമത്തിൽ നിന്ന് പുറപ്പെടുവിച്ച, മോശ മുഖാന്തരം പുറപ്പെടുവിച്ച ജനം മരുഭൂമിയിൽ കൂടെ ഉള്ള യാത്രയിൽ, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 1 വർഷം കഴിഞ്ഞപ്പോൾ 2 വർഷം 1 മാസം 1 തീയതി ആ ആരാധനയ്ക്കുള്ള ഒരു സംവിധാനം അവിടെ ദൈവം പൂർത്തീകരിക്കുന്നതാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാണ് പുറപ്പെടുവിച്ചത് വേറെ ഒന്നിനും വേണ്ടിയല്ല. പുറപ്പെടുവിച്ചത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിട്ടയച്ചത്. അങ്ങനെ പറഞ്ഞാണ് മോശ ജനത്തെ വിടുവിച്ചത്. ഇവിടെ യാത്ര തുടരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സംരംഭമാണ്. ആരാധനിക്കാൻ തുടങ്ങുന്ന ജനം, ആരാധനയ്ക്ക് വേണ്ടി വിടുവിക്കപ്പെട്ട ജനം, ആരാധിപ്പാനായിട്ട് ദൈവം അതിനുള്ള സംവിധാനം ഒരുക്കുന്നത് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ ആരാധന ആരെയാണ് ആരാധിക്കുന്നത്? യഹോവയാകുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവിടെ അത് ഈ സമാഗമന കൂടാരം അല്ലെങ്കിൽ തിരുനിവാസം ഉയർത്തിയപ്പോൾ അതിൻ്റെ ഒരു വളരെ പ്രത്യേകമായൊരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാകുന്ന മേഘം ആ തിരുനിവാസത്തെ മൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ, യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാകുന്ന മേഘം തിരുനിവാസത്തെ മൂടി. മേഘം തിരുനിവാസത്തെ മൂടിയിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ യഹോവയുടെ സാന്നിധ്യം തിരുനിവാസം നിറച്ചിരുന്നത് കൊണ്ട് മോശയ്ക്ക് അതിനുള്ളിൽ കടപ്പാൻ കഴിഞ്ഞില്ല എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും. തുടർന്ന് വായിക്കുന്നതാണ് വളരെ ശ്രദ്ധേയമായ സംഗതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. തുടർന്നുള്ള ആ ജനത്തിൻ്റെ യാത്രയ്ക്ക് അവരെപ്പോഴും നോക്കിയിരുന്നത് ഈ തിരുനിവാസത്തിലേക്കായിരുന്നു. തിരുനിവാസത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായ മേഘം ഉണ്ടെങ്കിൽ ആ മേഘം എത്ര നാൾ അവിടെ ഇരിക്കുന്നുവോ അത്രയും നാളും അതിന് ചുറ്റുവട്ടത്ത് അവർ താമസിക്കുമായിരുന്നു. താമസിക്കേണ്ടത് എങ്ങനെയാണ്, പാളയമടിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും വളരെ കൃത്യമായ നിബന്ധനകൾ കൊടുത്തിരിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. എപ്പോൾ മേഘം ഉയരുന്നുവോ അന്ന് അവർ യാത്ര പുറപ്പെടും.
എത്ര നാൾ മേഘം തിരുനിവാസത്തിന്മേൽ അധിവസിക്കുന്നുവോ അത്ര നാളും അവരവിടെ താമസിക്കും. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിപൂർണമായ ഗൈഡൻസിൽ, നിയന്ത്രണത്തിൽ സഞ്ചരിച്ച ഒരു ജനമായിരുന്നു ഇസ്രായേൽ മക്കൾ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 139ാമത് സഭാദിനം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ഓർക്കേണ്ടതാണ്. നമ്മളും ഒരു സമൂഹമായി ദൈവ ആരാധനയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം നമ്മൾ ഇന്ന് ഈ കാണുന്ന അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും ഉയർച്ചകളെല്ലാം നമുക്ക് ലഭിച്ചത്, പ്രത്യേകിച്ച് കേരള സമൂഹത്തിന് ലഭിച്ചത്, ജനങ്ങൾക്ക് ലഭിച്ചത്, ഇന്ത്യ മഹാരാജിന് ലഭിച്ചതെല്ലാം ഈ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, മിഷണറിമാരുടെ ഈ സന്ദേശത്തിൻ്റെ കടന്നുവരവാണ് എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. നമുക്കറിയാം, ഈ സഭ റവറൻ ജെ നോവൽസ് സാഹിബാണ്, അച്ഛനാണ് ഇവിടെ സ്ഥാപിച്ചത് 1886. 1886 ഈ സഭയുടെ സ്ഥാപിതമായി. കൊട്ടാരക്കര കേന്ദ്രമാക്കിയുള്ള മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മിഷണറിമാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചു. അന്നത്തെ യാത്രയുടെ ദൂരവും നടപ്പും ഒക്കെ അവർക്ക് കണ്ട് ഇവിടുന്ന് ആളുകൾക്ക് ദൂരെ പോയി ആരാധിക്കുക എന്നുള്ളത് വളരെ വൈഷമ്യമായിരുന്നതുകൊണ്ട് അവരിവിടെ തന്നെ ഒരു ആരാധന ആലയം സ്ഥാപിച്ചു. അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇവിടെ സ്നാനപ്പെട്ട ആളുകൾ, അവരെ എല്ലാം നമ്മൾ പലപ്പോഴും ഓർക്കുകയും അവരുടെ സന്തതി പരമ്പരകളായിട്ട് കുടുംബക്കാർ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും സഭയുടെ വിവിധ സ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ തുറകളിൽ സഭയ്ക്ക് വേണ്ടുന്ന എല്ലാവിധമായ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, നേതൃത്വം നൽകിക്കൊണ്ടും ഇരിക്കുന്നു. വളരെ ത്യാഗപൂർവമാണ് അവർ ഈ ആലയം പണിതത് എന്ന് നമുക്കറിയാം. അന്നത്തെ ഏതാണ്ട് ഇന്നേക്ക് 200-250 വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ഇന്ന് കാണുന്ന ആ രീതിയെ അല്ല എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് കാണുന്ന രീതിയെ അല്ല അന്നത്തെ ഒരു ചുറ്റുപാടെന്ന് പറയും. പലപ്പോഴും മിഷണറിമാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇവിടുത്തെ മാത്രമല്ല, കേരളത്തിൻ്റെ ആകമാനമായ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരെ വിശ്വാസം പഠിപ്പിക്കുന്നതല്ല ബുദ്ധിമുട്ട്, അവരെ വിശ്വാസത്തിൽ നിലനിർത്തുക എന്നുള്ളത് അന്ന് മിഷണറിമാർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമായി. കാരണം ഈ പാവപ്പെട്ട ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഒരു പ്രത്യേകമായ ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിൽ അവർ അങ്ങനെ ജീവിച്ചു വന്നു. വിശ്വാസം സ്വീകരിക്കുമ്പോൾ, അറിവ് വർദ്ധിക്കുമ്പോൾ അവരുടെ ആ സിസ്റ്റത്തിന് മാറ്റം വരും, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള ആൾക്കാരെ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭീതി അവർക്കുണ്ടായിരുന്നത് കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ നമ്മുടെ തലമുറയെ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വതലമുറയെ അവർ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനും അവരെ സമ്മതിച്ചിരുന്നില്ല. ജോലി ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ജോലി ചെയ്യാൻ പോകുമ്പോൾ അവരെ വഴി തടഞ്ഞു നിർത്തുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റിടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യും. സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്വന്തമായിട്ട് നമുക്കൊന്നുമേ ഉണ്ടായിരുന്നു. അതാണ് അന്നത്തെ ഒരു സ്ഥിതി എന്ന് പറയുക. അതുകൊണ്ട് സ്വന്തമായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ ജോലി ചെയ്യുന്നിരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രമാണിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേറൊരു ആൾക്ക്, പ്രമാണിക്കാണെങ്കിലും വേറെ ആൾക്കാണെങ്കിലും ജോലി ചെയ്യാൻ പോകാൻ നമുക്ക് അവകാശമില്ലായിരുന്നു. കാരണം അവരുടെ ആ ജോലിക്കാരെ നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ കാര്യം. അതുകൊണ്ട് പല സമയങ്ങളിലും ആരാധനയ്ക്ക് പോകാനായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ആരാധനയ്ക്ക് പോകാനായിട്ട് ഇവർ സമ്മതിച്ചിരുന്നില്ല എന്നാണ്. കാരണം ഞായർ, തിങ്കൾ, വെള്ളി എന്നൊക്കെ പറയുന്നത് നമ്മളതിന് വന്നതിന് ശേഷമുള്ള കാര്യമാണ്. അന്നത്തെ കാലത്ത് ഞായറും തിങ്കളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അതവർക്ക് എല്ലാം ഒരുപോലെ തന്നെയാണ്. അവർക്കതെല്ലാം ഒരുപോലെയാണ്. ഞായറാഴ്ച പാടത്ത് പണിയെടുത്തോണം, പറമ്പിൽ പണിയെടുത്തോണം, ഞായറാഴ്ച അവധിയില്ല. പക്ഷേ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ് മനസ്സിലാക്കി ഞായറാഴ്ച ദിവസം പണിക്ക് പോകാതെ ആരാധനയ്ക്ക് പോകുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു എന്നാണ് ചരിത്രം. അത് ഇവിടെ ഉണ്ടായിരുന്ന ചരിത്രം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന ചരിത്രം ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അന്നത്തെ ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടങ്ങൾ, പ്രയാസം സഹിച്ചു. എന്തിനു വേണ്ടിയാ? പള്ളി പോകാൻ വേണ്ടി അവർ കഷ്ടം സഹിച്ചു. അതിനെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും അവർ വെള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളും അലക്കിയ വസ്ത്രങ്ങളും ചെളി പറ്റാത്ത വസ്ത്രങ്ങളും എന്ത് ചെയ്തിരുന്നു? അവർ പലപ്പോഴും അത് ചുരുട്ടിക്കൂട്ടി
കക്ഷത്തിൽ വെച്ച് കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ വലിയ റൂമാലിൽ കെട്ടി അത് കൊണ്ടുപോകുമായിരുന്നു. അവിടെ കഴിഞ്ഞൊരു ഈ പ്രത്യേക ഒരു സ്ഥലം കഴിഞ്ഞാൽ മാത്രമേ അവരത് ധരിക്കുമായിരുന്നുള്ളൂ. അഥവാ അങ്ങനെ ഒരു വെള്ള വസ്ത്രമോ നല്ല വസ്ത്രമോ ധരിക്കാൻ പറ്റത്തില്ല, അത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നല്ല വസ്ത്രം കിട്ടിയാൽ അത് ചെളി പിടിപ്പിച്ച് ധരിച്ചിരുന്നു എന്ന ചരിത്രം. കാരണം നല്ല വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? അന്നത്തെ ആ സിസ്റ്റത്തെ കംപ്ലീറ്റ് മുഴുവനായിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ സുവിശേഷം ഇവിടെ വന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ ധൈര്യം എന്ന് പറയുന്നത്, അവരുടെ തീക്ഷ്ണത എന്ന് പറയുന്നത് നമ്മൾ വിലമതിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ആരാധിച്ച, നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച ദേവാലയങ്ങൾ തീക്കിരയായി തീർന്നു, പേടിപ്പിച്ചു, ഓടിച്ചു. താമസിക്കുന്ന വീടുകൾ അവർ നശിപ്പിച്ചു. പക്ഷേ അവരൊന്നിൽ ഉറച്ചു നിന്നു, വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. അവർ പറഞ്ഞു, ഈ തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടുള്ള സഭസാവേദമാതിനെക്കുറിച്ചും ഹാബേൽ പിതാവിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്, അത് ആ കത്തിച്ച ചാരക്കുമ്പാരത്തിൽ നിന്ന് പറഞ്ഞു, ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇവിടുന്ന് ഞങ്ങളെ മാറ്റാൻ പറ്റത്തില്ല, ഇവിടെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞ് ആരാധിച്ചു എന്നാണ്. കഴിഞ്ഞ 9 വർഷം ഞാൻ ആ പള്ളിയിൽ പോവുകയുണ്ടായി. അന്നവിടെ അതിനെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലാക്കിയപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കാൻ ഇടയായത്. എത്ര തീവ്രമായ, അതിൻ്റെ ഒരു 4-1 പോയിട്ട് 10-1 വിശ്വാസം പോലും നമുക്കുണ്ടോ എന്ന് സംശയമാണ്. അത്രയും തീക്ഷ്ണമായ വിശ്വാസം ഇവിടുന്ന് എങ്ങും മാറത്തില്ല എന്ന്. അതിന് മറ്റ് പല ആൾക്കാർ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. അന്ന് മറ്റ് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ സ്ത്രീയൻ അതുപോലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ, ഏതാനും പേർ അതിനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് അവരും ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിൽ ആകർഷകരായി അവരും പ്രകാരമുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു എന്നതും ചരിത്രമാണ്. അതൊന്നും നമ്മൾ മറക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ആ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന നമ്മുടെ ഉയർച്ചയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. മെലിയ പ്രദേശത്ത് മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്തത് ഹെൻറി ബേക്കർ ജൂനിയർ എന്ന മിഷണറിയാണ്. അതുപോലെ തന്നെ പെയിൻറ്റർ എന്ന മറ്റൊരു മിഷണറിയാണ്. അതുപോലെ തന്നെ ജോസ് മാസ്റ്റർ എന്ന് പറയുന്ന പേരെല്ലാവരും അച്ഛന്മാരാണ്, മിഷണറിയാണ്. മറ്റൊന്ന് കെയ്ലി സാഹിബാണ്. ബെഞ്ചമിൻ കെയ്ലി എന്ന് പറയുന്ന ആർച്ച് ഡീക്കനാണ്, അദ്ദേഹമാണ്. 4 പേരാണ് ഈശ്വല മകളുടെ ഇപ്പോൾ ഉള്ള അതിർത്തിക്കുള്ളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു. അന്ന് ആ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ സഭാപിതാക്കന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച, അല്ലെങ്കിൽ അവർ നിന്ന ചില നിലപാടുകളെക്കുറിച്ച് അതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ഇതെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. കാരണം സുവിശേഷം അന്ന് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ എല്ലാം രീതികൾ അപ്രകാരം തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് അവർ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളിലൂടെ പ്രവർത്തനങ്ങൾ നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലയേറിയ സംഗതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അക്ഷരം പഠിപ്പിച്ചു എന്നുള്ളതാണ്. അക്ഷരം പഠിപ്പിച്ചു. നമ്മുടെ പിതാക്കന്മാരെ അവർ അക്ഷരം പഠിപ്പിച്ചു. അക്ഷരം പഠിക്കുന്നതിന് വായിക്കണം, അക്ഷരം പഠിക്കുന്നത് വായിക്കണം. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒത്തിരി പ്രസിദ്ധീകരണങ്ങളൊന്നുമേ ഇല്ല. വായിക്കാനും അക്ഷരം പഠിച്ചാൽ എന്തെങ്കിലും വായിക്കാനുള്ള പുസ്തകം ഏതേ ഉള്ളൂ? പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ് വായിച്ചിരുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ അന്ന് ആ കാലങ്ങളുണ്ടായിരുന്ന ഉന്നതന്മാരായ പല ആൾക്കാരും, ക്രിസ്ത്യാനികളല്ലാത്ത ഉന്നതന്മാരായ പല ആൾക്കാരും അന്ന് അവർ വായിച്ചിരുന്നത് വേദപുസ്തകമാണ്. ശരിയായ മലയാളം വായിക്കണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം, ശരിയായ ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണം. അങ്ങനെ വായിച്ച് അവർ വളരെ ജ്ഞാനമുള്ളവരായി തീർന്നു. സമൂഹം മുഴുവനും വലിയ മാറ്റങ്ങൾക്ക് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ അറിവാണ് നമ്മുടെ പിതാക്കന്മാരെ മറ്റ് ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന എല്ലാവിധമായ തിന്മകൾക്കും മീതെ ചിന്തിപ്പാൻ അവരെ പ്രേരിപ്പിച്ചു. ദൈവത്തിൻ്റെ സമയം അത് നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും കുറേ കൂടെ എളുപ്പം മനസ്സിലാക്കാൻ. ദൈവം തക്ക സമയത്ത് എന്ത് ചെയ്തു? ഈ മിഷണറിമാരെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു. ഒരുപക്ഷെ ഇന്ന് കാണുന്ന പല വിമർശകരും പറയുന്നുണ്ട്, അന്ന് സാഹിബന്മാരിവിടെ ഭരിച്ചിരുന്നത് കൊണ്ട് അവർക്ക് എളുപ്പമായിരുന്നു. അതങ്ങനെ എളുപ്പമായിരുന്നില്ല. കാരണം ഇവിടെ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർക്ക് മിഷണറിമാരെ ഇഷ്ടമല്ലായിരുന്നു. അതാണ് എൻ്റെ ചരിത്രം. മിഷണറിമാരെ ഇഷ്ടമല്ലായിരുന്നു. നമുക്കറിയാം, ഇവിടെ തഞ്ചാവൂർ അവിടെയൊക്കെ മിഷണറിമാർ വന്നപ്പോൾ അവർ ഒരു ദിവസം മുഴുവനും ആ വെയിലത്ത് കടൽ തീരത്ത് നിർത്തി എന്നാണ്, മിഷണറിയാണെന്ന ഒറ്റ കാരണത്താൽ നിർത്തി എന്നാണ് കമ്പനി ഭരണം അന്ന് നടക്കുന്നത്. കാരണം മിഷണറി എന്ന ഒറ്റ കാരണത്താൽ ഒരു പകലത്തെ വെയിൽ മുഴുവൻ ആ മിഷണറിയെ ആ കടൽ തീരത്ത് നിർത്തി പൊള്ളിച്ചു എന്നാണ് അതിൻ്റെ ചരിത്രം. അവർ പ്രത്യേകമായി അവിടെ ഒരു കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ചരിത്ര സ്മാരകമായി. ഞാൻ പറഞ്ഞത്,
ഇന്ന് പറയുന്ന പോലെ അത്ര എളുപ്പമായിരുന്നു. അവരതിന് എതിരായിരുന്നു. വിദ്യാഭ്യാസം ഇവിടെ വരുന്നതിന് എതിരായിരുന്നു. അന്നും കാര്യം പറഞ്ഞാൽ അവർ അച്ഛന്മാരുണ്ടായിരുന്നു, അവരുടെ കമ്പനിക്കാരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാർ. അവരിൽ ചില ദൈവവിശ്വാസികളായ ഉദ്യോഗസ്ഥന്മാർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അവർ മുഖാന്തരമാണ് എന്ത് ചെയ്തത്? മിഷണറിമാർ ഇങ്ങോട്ട് വന്നത്. അതാണ് അതിൻ്റെ ചരിത്രം. അങ്ങനെയാണ് നമുക്ക് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. പിതാക്കന്മാർ അത് സ്വീകരിച്ചതാണ് അതിന് കാരണമായി തീർന്നത് എന്ന് ഞാൻ ഈ സമയത്ത് പറയട്ടെ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ദൈവത്തെ ഓർത്ത് ദൈവത്തിനായിട്ട് നിൽപ്പാനായിട്ട് നമ്മളെ ഇന്ന് പ്രാപ്തിപ്പെടുത്തുന്നത് നമ്മുടെ പിതാക്കന്മാർ ആ വലിയ സത്യം സ്വീകരിച്ചതാണ്. അതിന് നമുക്ക് അവരോട് നന്ദിയുണ്ടായിരിക്കണം, നമ്മുടെ പിതാക്കന്മാരോട് നന്ദിയുണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ഈ ദേവാലയം 139 വർഷം പിന്നിടുമ്പോൾ ഇന്ന് രാവിലെ അച്ഛനോട് സംസാരിച്ച് പറഞ്ഞു, ഈ ദേവാലയം കൊണ്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ആൾക്കാർ ഇരിക്കുന്നതെന്ന് പറയുണ്ടായി. വളരെ ബന്ധമാണ്. കാരണം ഇത് സഭ ഇല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സഭയോട്, പള്ളിയോട്, ദേവാലയത്തോട് ഉണ്ടാകുന്നത് എന്നുള്ളതിന് തർക്കമില്ല. ഇന്നേ കാലത്ത് വലിയ വലിയ പള്ളികൾ ഉണ്ട്, പള്ളികളിൽ നിന്നും ആളില്ല. ഞങ്ങളെയൊക്കെ അവിടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ അത്രയും കുഴപ്പമില്ലെന്ന് എനിക്ക്. വലിയ പള്ളിയുണ്ടെങ്കിലും ആൾക്കാരില്ല. പല കാരണങ്ങളാണ് പറയുന്നത്. അവിടെ ആൾക്കാരില്ല, പലരും പല സ്ഥലത്തേക്ക് പോയി, അതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഉള്ളവർ വരുന്നുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. ഉള്ളവർ ദേവാലയത്തിൽ വരുന്നുണ്ടോ? ഉള്ളവരും എന്ത് ചെയ്യുന്നില്ല, ദേവാലയത്തിൽ വരുന്നില്ല. അപ്പോൾ പുറകോട്ട് പോക്കാണ്, മുമ്പോട്ട് പോക്കാണ്. പുറകോട്ട് പോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മിഷണറിമാർ വന്ന വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുറേ കാലമായത് ആരംഭിച്ചിട്ട് വലിയ വലിയ ദേവാലയങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മിഷൻ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൻ്റെയൊക്കെ ഈറ്റില്ലമാകുന്ന ഇംഗ്ലണ്ടിലും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ വലിയ വലിയ കത്തീഡ്രലുകൾ പോലെയുള്ള പള്ളികൾ വിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. അയ്യോ, അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് യാഥാർത്ഥ്യമാണ്. കാരണം അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ പള്ളിക്കൊക്കെ ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുക്കാൻ പൈസ, പള്ളിയിൽ സ്തോത്രാഴ്ച വന്നാലേ എന്ത് ചെയ്തുള്ളൂ, ടാക്സ് കൊടുക്കാൻ പൈസ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ടാക്സ് കൊടുക്കാനുള്ള സ്തോത്രാഴ്ച കിട്ടത്തില്ല. അപ്പോൾ ടാക്സ് കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞായറാഴ്ച ദിവസം ഒഴികളുള്ള ദിവസങ്ങളിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിക്കെട്ടങ്ങൾ കൊടുക്കുകയാണ്. പിന്നെ കൂടുതൽ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആൾക്കാർ തീരെ ഇല്ലാതെ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ലീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പലപ്പോഴും വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാതെ അത് പള്ളി നടത്തിക്കൊണ്ടു പോകാനായിട്ട് പള്ളിക്കാർക്ക് പറ്റത്തില്ല. അതാണ് അതിൻ്റെ സംഭവം. എങ്ങനെയാണ് പള്ളിയിൽ ആൾക്കാരില്ലാതെ പോകുന്നത്? ഇവിടെ ഞാനൊന്ന് പറയാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സുമാർ ഒരു 4 തലമുറ 5 തലമുറ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ. കുഞ്ഞിപ്പിള്ളേർ ഇവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ചെറുപ്പക്കാരൻ്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്, തലതെറിച്ച ആൾക്കാരുണ്ട്, നടക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട് അല്ലേ. ഏതാണ്ട് 5 തലമുറ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ആരാധിക്കുന്നത്. മനസ്സിലായല്ലോ? കുഞ്ഞുങ്ങളുണ്ട്, അതിനേക്കാളും പ്രായമുള്ളവരുണ്ട്, ഒത്തിരി പ്രായമുള്ള കർണന്മാരും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ആരാധിക്കുന്നു. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ആധാരവാക്യമായിട്ട് പറഞ്ഞ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുമ്പോൾ ഫറവോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫറവോൻ പലതവണ പറയുന്നത് ഇതാണ്, നിങ്ങൾ ആണുങ്ങൾ പോയി എന്ത് ചെയ്യും, ആരാധിക്കും. ആണുങ്ങൾ പോയി ആദ്യം പറയും, നിങ്ങൾ നേതാക്കന്മാരൊക്കെ പോയി ആരാധിച്ചിട്ട് പോവാം. അപ്പം മോശ പറയുന്നു, ഇല്ല, ഞങ്ങൾ നേതാക്കന്മാർ പോയാൽ പറ്റത്തില്ല, ഞങ്ങൾ ജനം എല്ലാവരും കൂടെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ 1-2 അത്ഭുതം കൂടെ കഴിയുമ്പോൾ, അടയാളങ്ങൾ കഴിയുമ്പോൾ ഫറവോൻ വിളിക്കും, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആണുങ്ങളെല്ലാവരും പൊക്കോ. അത് പറ്റത്തില്ലെന്ന് പറയും. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആണുങ്ങളും സ്ത്രീകളും, പുരുഷന്മാരും സ്ത്രീകളും കൂടെ പൊക്കോ, കുട്ടികളും അതുപോലെ അവരുടെ അമ്മമാരും മൃഗസമ്പത്തെല്ലാം ഇവിടെ കിടക്കട്ടെ. അവർ പറയും അത് പറ്റത്തില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളെല്ലാവരും മനുഷ്യരെല്ലാം പൊക്കോ, മൃഗസമ്പത്തൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ അതും പറ്റത്തില്ല. ഞങ്ങളുടെ ജനം മുഴുവനും പോകണം, ഒരൊറ്റ മനുഷ്യനും ഇവിടെ ശേഷിക്കാൻ പാടില്ല, ഒരൊറ്റ കുളമ്പും എന്ത് ചെയ്യരുത്, ഞങ്ങളുടെ പിന്നിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മൃഗവും ഞങ്ങൾ വിട്ടിട്ട് പോകത്തില്ല. കാരണം അവിടെ ചെല്ലുമ്പോഴേ, മരുഭൂമി ചെല്ലുമ്പോഴേ ഏത് മൃഗത്തെയാണ് യാഗം കഴിക്കേണ്ടത്, ഏതിനാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ ദൈവം പറയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും കൊണ്ടേ പോകത്തുള്ളൂ. ആരാധിക്കാൻ പോകുന്ന ജനമാണ്. എങ്ങനെ പോകുന്നു? എല്ലാവരും ചേർന്ന് പോകും. കൊച്ചു പിച്ചാകസ്, നമ്മൾ സാധാരണ പറയുന്നൊരു പദമുണ്ട്, കൊച്ചു പിച്ചാസകലമാണ് പോകും. ആരെയും അതിനകത്ത് മാറ്റുന്നില്ല. എല്ലാവരും ചേർന്നാണ് ആരാധനയ്ക്ക് പോകുന്നത്. മരുഭൂമിയിൽ ആരാധനയ്ക്കാണ്ട് പോകണമെന്ന് പറയുമ്പോൾ ഫറവോനോട് പറയുന്ന വാക്കാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അത് വളരെ വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്.
ഇസ്രായേൽ സഭയോട്, ഇസ്രായേൽ സഭ ആരാധിക്കാണ്ട് പോകുമ്പോൾ മോശ ഫറവോനോട് പറയുന്ന കാര്യമാണ് ദൈവം പറഞ്ഞത്. പ്രിയമുള്ളവരെ, എന്ന് ഇത് പ്രകാരം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആൾക്കാരെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മൾ അവഗണിക്കുന്നുവോ, അവരെ ആരാധനയിൽ കൂട്ടാതിരിക്കുന്നുവോ, അവർ മാറി നിൽക്കുന്നുവോ, അന്ന് തൊട്ട് ആ സഭയുടെ ശോഷണം തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, കുട്ടികളെ നമ്മൾ അവഗണിക്കുന്നു വിചാരിച്ചു, കുട്ടികൾ ആരാധനയ്ക്ക് വന്നില്ല, അവർക്ക് എന്നാ അറിയാം? കുട്ടികൾ ആരാധനയ്ക്ക് വരുന്നില്ല, വരെ ഒഴിവാക്കിയാൽ എന്നായിരിക്കും സ്ഥിതി? കുട്ടികൾക്ക് ആരാധനയെക്കുറിച്ച് അറിയത്തില്ല, അവർക്കറിവില്ല, അവരെന്തില്ല, അവർ പ്രായം വരുമ്പോൾ ആരാധനയില്ല കാര്യം അല്ലേ. ചെറുപ്പക്കാർ ആരാധന വന്നില്ലേ, എന്തായിരിക്കും സ്ഥിതി? കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറേ നാൾ കഴിയുമ്പോൾ പ്രായമുള്ളവരുടെ ഒരു കൂട്ടമായിട്ട് ഇത് മാറും. പ്രായമുള്ളവർക്ക് എല്ലാ കാലത്തും വരാൻ പറ്റുമോ? ഇല്ല. അവർക്ക് കുറേ കഴിയുമ്പോൾ വയ്യാതാവും. അതിന് പള്ളിയിൽ ആൾക്കാരും കുറയും. ചുരുക്കത്തിൽ എന്ത് സംഭവിക്കും? സഭ പടിപടിയായിട്ട് എന്ത് ചെയ്യുന്നു? അതങ്ങനെ ആരാധന ഇല്ലാതായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരാധനയ്ക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ നല്ലൊരു മാതൃകയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. പല പള്ളികളിലും സൺഡേ സ്കൂൾ വേറെ, യൂത്ത് വേറെ, ശ്രീനസഖ്യം വേറെ, അവരെല്ലാം വേറെ വേറെ നിന്നാണ് ആരാധനയുടെ സമയത്ത് പ്രവർത്തിക്കുന്നത്. അത് സഭയ്ക്ക് ഒരിക്കലും ഭൂഷണമല്ല. ആരാധന എന്ന് പറയുന്നത്, പൊതു ആരാധന എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് ആരാധിക്കേണ്ടതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക? സൺഡേ സ്കൂളാണ് സൺഡേ സ്കൂളിൽ പോവുക, യൂത്താണ് യൂത്ത് പോവുക, സഖ്യങ്ങളാണ് സഖ്യങ്ങളായിട്ട് പോവുക, കൊയറാണ് കൊയറായിട്ട് പോവുക. അതങ്ങനെ പൊയ്ക്കൊള്ളുക. ആരാധന എന്ന് പറയുന്നത്, പൊതു ആരാധന എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന്. കഴിഞ്ഞ 39 വർഷം നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ അവർ വളരെ ത്യാഗോജ്വലമായി കഷ്ടങ്ങൾ പ്രയാസം സഹിച്ച് ഒരുമിച്ച് നിന്നതിൻ്റെ അനന്തരഫലമാണ് ഈ ഒരു സമൂഹം ഇന്നിവിടെ നിലനിൽക്കുന്നത് എന്ന് മറന്നു പോകരുത്. അവർ ഒരു കാര്യം ചെയ്തിരുന്നിട്ട് ഞാൻ ആധാരമായിട്ട് വായിച്ച ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എപ്പോഴും ഒരു നോട്ടമുണ്ടായിരുന്നു. രാവിലെ നേരം വെളുക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? കാരണം ഈ സമാധാന കൂടാരത്തിന് ചുറ്റുപാടായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാർ താമസിക്കുന്ന കൂടാരം അടിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇസ്രായേൽ മക്കൾ എന്നാ ചെയ്യുമായിരിക്കും? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? രാവിലെ ഇസ്രായേൽ മക്കൾ എഴുന്നേറ്റ് എന്നാ ചെയ്യും? മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞേ, എന്നാ ചെയ്യും? ഇസ്രായേൽ മക്കൾ എന്നാ ചെയ്യും? ആലയത്തിലേക്ക് നോക്കും, ഈ കൂടാരത്തിലേക്ക് നോക്കും. കൂടാരത്തിൽ എന്നാ നോക്കുന്നത്? അവിടെ എന്നാ ഉണ്ടെന്നാ പറഞ്ഞേ? എന്നാ ഉണ്ട് അവിടെ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാകുന്ന മേഘം അവിടെ ഉണ്ട്. കൂടാരത്തിന് മുകളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാവുന്ന മേഘം ഉണ്ട് അല്ലേ? രാവിലെ എഴുന്നേറ്റ് നോക്കും, മേഘം അവിടെ ഉണ്ടോ അല്ലേ? മേഘം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരവിടെ അത് താമസിക്കും. മേഘം പയ്യെ ഉയരാനായിട്ട് തുടങ്ങണേ എന്നാ ചെയ്യും? അവരുടനെ അന്ന് അവരുടെ കൂടാരെല്ലാം അഴിച്ചു പറിച്ച് എന്ത് ചെയ്യും? ചട്ടിയും കല്ലെല്ലാം എടുത്ത് യാത്ര പുറപ്പെടാണ്ട് പോകും അല്ലേ? അവരെല്ലാ ദിവസവും നോക്കുന്നത് എന്തായിരുന്നു? ആലയത്തിന് മുകളിൽ, സമാന കൂടത്തിന് മുകളിൽ എന്തുണ്ടോയെന്ന്, മേഘമുണ്ടോ എന്ന് നോക്കും. മാത്രമല്ല, അതിൻ്റെ മറ്റു വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, മേഘം എന്ത് ചെയ്തിരുന്നുണ്ട്? മേഘം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കൾ എങ്ങനെ സഞ്ചരിച്ചു? ഈ മേഘത്തെ നോക്കി സഞ്ചരിച്ചു. എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ചു. ഇപ്പം നമ്മൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നു. അത് അവിടെ തന്നെ എത്ര നാൾ നിൽക്കുന്നു അത്രയും നാൾ എന്ത് ചെയ്യുന്നു? അതിന് ചുറ്റുവട്ടത്താണ് നമ്മൾ താമസിക്കുന്നു. മേഘം ഉയർന്ന് മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങും. അതിന് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മേഘം പൊങ്ങുമ്പോൾ എന്ത് ചെയ്യണം? മോശ കാഹളക്കാരെ വെച്ചിട്ടുണ്ട്. കാഹളം എന്ത് ചെയ്യണം? ഓതണം. വ്യത്യസ്ത സ്വരങ്ങളുള്ള ശബ്ദങ്ങളുണ്ട്. കാഹള ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓരോരോ ഗോത്രമായിട്ട് എന്ത് ചെയ്യണം? അവരവരുടെ കൊടിക്കീഴിൽ നിന്ന് എന്ത് ചെയ്യണം? യാത്ര പുറപ്പെടണം. അതൊക്കെ വളരെ ചിട്ടയായിട്ടാണ് അവർ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മേഘം സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് നോക്കി അവർ സഞ്ചരിക്കുന്നു. മേഘത്തെ നോക്കി അവർ സഞ്ചരിച്ചിരുന്നു. മേഘത്തെ നോക്കി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തെ നോക്കി അവർ സഞ്ചരിച്ചു. പകൽ സമയത്ത് മരുഭൂമിയിൽ കാലാവസ്ഥ എന്താണ്? പകലിൽ എന്തായിരിക്കും? ചുട്ടുപൊള്ളുന്ന ചൂട്. ഈ ചൂടിൽ ഈ മേഘം അവർക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? തണലായിട്ട് അനുഭവപ്പെട്ടു. മേഘം അവർക്കൊരു തണലായിട്ട് നിന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ,
രാത്രിയിൽ ഇത്രയും ആളുകൾ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം അല്ലേ? നമ്മളിവിടെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരാഴ്ചയായിട്ട് എന്ത് ചെയ്യും, ഇവിടെയെല്ലാം ഡെക്കറേഷൻ ചെയ്തിരുന്നത് അല്ലേ? പെരുന്നാളിൻ്റെ സൂചകമായ ഡെക്കറേഷൻ വേണം. എന്തുമാത്രം പൈസ ചിലവാന്ന് അച്ഛനോട് ചോദിച്ചാൽ അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പള്ളിയിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. ചിലവുണ്ട്. ഇത്രയും 600,000 യോദ്ധാക്കൾ, 6 ലക്ഷം യോദ്ധാക്കൾ ഉൾപ്പെടുന്ന ഏതാണ്ട് 35 ലക്ഷത്തോളം ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ വലിയ കൂട്ടത്തെ വെളിച്ചം കൊടുത്ത് നടത്തിയത് ആരാണ്? ഈ മേഘമാണ്, ദൈവമാണ്. രാത്രികാലങ്ങളിൽ മേഘം എങ്ങനെയിരുന്നു? അത് അഗ്നിസ്തംഭമായിട്ട് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അഗ്നിസ്തംഭം, അഗ്നി എന്ന് പറഞ്ഞാൽ തീ അല്ലേ? പ്രകാശമുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഈ ഇസ്രായേൽ മക്കളുടെ മധ്യേ എന്തുണ്ടായിരുന്നു? പ്രകാശമുണ്ടായിരുന്നു. പകൽക്കാലങ്ങളിൽ അത്യുഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ടായിരുന്നു? അതവർക്ക് ഒരു തണലായി നിന്നു. സഞ്ചരിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? സഞ്ചരിക്കുമ്പോൾ അവർ ഈ ദൈവത്തെ നോക്കി അവർ സഞ്ചരിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങൾ അവരെന്ത് ചെയ്തു? കേട്ടു. മോശ മുഖാന്തരം കേട്ടു. ദൈവത്തിൻ്റെ വചനങ്ങൾ അവരെന്ത് ചെയ്തു? അവർ അനുസരിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ എന്ത് ചെയ്യണമായിരുന്നു? എന്ത് ചെയ്യണമായിരുന്നു? പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്നില്ല, നമ്മുടെ പള്ളി പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? കയ്യുക്കൊള്ളവൻ കാര്യക്കാരൻ. പള്ളിയാണെന്ന് നോക്കത്തില്ല, പട്ടക്കാരാണെന്ന് നോക്കത്തില്ല, എന്ത് ചെയ്യുന്നു? കയറുന്നു, ഒച്ചുണ്ടാക്കുന്നു, ബളമുണ്ടാക്കുന്നു, കൈ ചുരുട്ടി കയറ്റുന്നു, തൊഴിക്കുന്നു, അടിക്കുന്നു, വെട്ടുന്നു, കുത്തുന്നു, എല്ലാം. പക്ഷേ ആ ദൈവസഭ സഞ്ചരിച്ച എങ്ങനെയാണ്? എങ്ങനെയായിരുന്നു? പ്രശ്നമുണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? മോശ നിയോഗിച്ച ആൾക്കാരെ അടുത്ത് പോകുമായിരുന്നു. മോശ നിയോഗിച്ച ആൾക്കാരെ അടുത്ത് പോകും. വലിയ പ്രശ്നങ്ങൾ അവരെന്ത് ചെയ്യും? വലിയ പ്രശ്നങ്ങൾ മോശയുടെ അടുത്ത് കൊണ്ടുവരും. പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് എന്ത് ചെയ്യുമായിരുന്നു? അത് പരിഹരിക്കപ്പെടുമായിരുന്നു. വളരെ സന്തോഷമായി അവർ യാത്ര ചെയ്തു. മരുഭൂമിയിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ ഈ ദൈവം അവർക്ക് വെള്ളം നൽകി. മരുഭൂമിയുടെ രീതി നമുക്കറിയാം. അവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് എന്ത് ചെയ്തു? അവർക്ക് അപ്പം കൊടുത്തു അല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. മോശ മരുഭൂമിയിൽ അപ്പം തന്നു എന്ന് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ അന്നത്തെ മഹാപുരോഹിതന്മാർ പറഞ്ഞപ്പോൾ യേശു പറയുന്നുണ്ട്, മോശയല്ല എന്ത് തന്നത്? മരുഭൂമിയിൽ അപ്പം തന്നത് മോശയല്ല നിങ്ങൾക്ക് അപ്പം തന്നത്, ദൈവമാണ് നിങ്ങൾക്ക് അപ്പം തരുന്നത്. തന്നതും തരുന്നതും ദൈവമാണ് എന്ന് അവിടെ പറഞ്ഞു. എല്ലാ കാലത്തും എല്ലാ സമയത്തും എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് പോകാൻ, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകാൻ ഇസ്രായേൽ മക്കളെ ആ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദേശത്ത് ഒരു വിളക്കായി, ഈ ദേശത്ത് ഒരു ആശ്രയ കേന്ദ്രമായി പട്ടാഴി ഓൾ സെയിൻറ്റ്സ് CSI സഭ സ്ഥാപിതമായിട്ട് ഇന്ന് 139 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ ദേവാലയം പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുമ്പോൾ, ഒരിക്കൽ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞതാണെന്ന് എൻ്റെ വിചാരം, പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രതിഷ്ഠാവാചകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതാണ്: ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും ഉണ്ടായിരിക്കണം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? ദൈവമേ നീ കേൾക്കണം. ഈ ആലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയും കേൾക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ശലോമോൻ ഒന്നാമത്തെ ആലയം പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ നാന്ദിയാണ് ഈ ആരാധനാലയങ്ങൾ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? വരിക ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവത്തിൻ്റെ കണ്ണുള്ളിടത്തും, ദൈവത്തിൻ്റെ കാതുള്ളിടത്തും, ദൈവത്തിൻ്റെ ഹൃദയമുള്ളിടത്തും എന്ത് ചെയ്യണം? നമ്മൾ വരിക. ദൈവം അവിടുന്ന് വരുമ്പോഴേ ദൈവം നമ്മളെ കാണുന്നുണ്ട്. ആരാ വരുന്നത്? വരുന്നു, ഫ്രാൻസിസ് വരുന്നു അല്ലേ? വരുന്നു. അവൻ്റെ പാപം എങ്ങനെയുണ്ട്? അവന് വലിയ എന്തെങ്കിലും ഒരു താഴ്മയോ വിനയോ വല്ലോ ഉണ്ടോ? നോക്കുന്ന ദൈവം അല്ലേ? അതൊന്നുമില്ല അല്ലേ? ഏതാണ്ട് വലിയ ആളെന്ന രീതിയിലാണ് അവൻ്റെ വരവ്. അവിടെ ഒന്ന് പറയുന്നു, ദൈവമേ എന്നൊരു വിളിയൊന്നുമില്ല. അവിടെ ഒന്നും ഇരിക്കുന്നു. ഫ്രാൻസിസ് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഓക്കെ, വേറൊരു ആൾ വരുന്നു. അദ്ദേഹം വരുന്നു, ദൈവം നോക്കുന്നു, ദൈവം കാണുന്നു. പ്രധാന വാർത്തകൾ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? തലയൊന്ന് വണക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അങ്ങയുടെ ആലയത്തിൽ വരാൻ സാധിച്ചല്ലോ, നന്ദി. എനിക്ക് രോഗത്തിന് സൗഖ്യം തന്നല്ലോ, നന്ദി. എൻ്റെ പ്രശ്നത്തെ അങ്ങ് വിടുതൽ നൽകല്ലോ, നന്ദി എന്ന് പറയുന്ന സന്തോഷത്തോടെ ബെഞ്ചേ കയറി ഇരിക്കുന്നു. അതാര് കാണുന്നു? ദൈവം കാണുന്നു. കാരണം ദൈവത്തിൻ്റെ കണ്ണിവിടെ ഉണ്ട് അല്ലേ? ദൈവം കാണുന്നു. ഓക്കെ, വേദവസം വായിക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവൻ എന്ത് ചെയ്യുന്നു? അവനോടൊപ്പം ആമേൻ പറയുന്നു അല്ലേ? ഒരപേക്ഷ പറയുമ്പോൾ ആമേൻ പറയുന്നു.
വേദോസം വായിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എന്ന് ഓർത്ത് അവൻ എന്ത് ചെയ്യുന്നു? അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അതാര് കാണുന്നു? ദൈവം കാണും. ദൈവത്തെ പാടി സ്തുതിക്കുന്നത് ആര് കാണുന്നു? ആര് കാണുന്നു? ദൈവം കാണുന്നു. ദൈവത്തിന് കണ്ണിവിടെയുണ്ട്, ദൈവം കാണുന്നു. പാടാതെ നിൽക്കുന്നവരെയും ആര് കാണുന്നു? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ. പാടാതെ നിൽക്കുന്നവരെയും ആര് കാണുന്നു? ദൈവം കാണുന്നവരെ. ദൈവത്തിന് കണ്ണിവിടെ ഉണ്ടെന്നേ. പാടുന്നവരെ മാത്രമല്ല, പാടാത്തവരെ ദൈവം കാണുന്നു. പ്രാർത്ഥിക്കുന്നവരെ മാത്രമല്ല, പ്രാർത്ഥിക്കാതിരിക്കുന്നവരെ ദൈവം കാണുന്നു. ദൈവത്തിൻ്റെ കണ്ണിവിടെ ഉണ്ട്, ദൈവം അത് കാണും. ഓർക്കണം, നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, ദൈവസന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. ചിലർക്കൊരു സംശയമുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ അല്ലേ? പക്ഷേ വേദവസ്തം അസന്നിഗ്ധമായിട്ട് പറയുന്നു, ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനങ്ങളിലും വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും എന്ത് ചെയ്യണം? അവൻ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഒരു അർത്ഥവുമില്ല എന്ന് വചനം അസന്നിഗ്ധമായിട്ട് പറയും അല്ലേ? നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം പ്രത്യേക സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം എൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് ദൈവം അലച്ചിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? അത് വിശ്വസിച്ച് വേണം ഇവിടെ വരാനായി. വരിക. നമ്മളെ കാണുന്നൊരു ദൈവം ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ വരുമ്പോൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളൊന്ന് ഇരിക്കത്തേ ഉള്ളൂ അല്ലേ? നമ്മളെവിടെയായിരിക്കും? നമ്മളോടൊന്ന് ഇരിക്കത്തുള്ളൂ. നമ്മളെവിടെയായിരിക്കും? എവിടെയായിരിക്കും? നമ്മളിവിടെ എന്നാ പന്തപ്ലാവാണ് ഇവിടുത്തെ സ്ഥലം, ജംഗ്ഷൻ്റെ പേരിന് പന്തപ്ലാവ്. നമ്മൾ പന്തപ്ലാവ് ചായക്കട കയറി എന്ത് ചെയ്യാണ്? ചെന്നിട്ട് വേണം അവിടെ ചായക്കൊക്കെ എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ട് വെച്ചിട്ട് പോകുന്നു. ഇവിടെ ഇരിക്കുക, നമ്മളിവിടെ ഇരിക്കുകയാണ്, പക്ഷേ നമ്മുടെ മനസ്സെവിടെയാണ്? എവിടെയാണ്? പന്തപ്ലാവ് ചായക്കടയിലാണ്. പിന്നെ കൊട്ടാരക്കര പോകണം അല്ല, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ചെറിയ ഷോപ്പിംഗ് നടക്കണം. നമ്മളെവിടെയാണ്? ഇവിടെയാണ്. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞായറാഴ്ച ദിവസമാണ് അന്ന് മാർക്കറ്റ്, അന്നാണ് ഞായറാഴ്ച ദിവസം എസ്റ്റേറ്റ് മേഖല പ്രത്യേകിച്ച്. അപ്പോൾ ശനിയാഴ്ച അവർക്ക് പേയ്മെൻറ്റ് ദിവസമാണ്, എല്ലാവർക്കും എന്ത് ചെയ്യും? പൈസ കിട്ടും. ഞായറാഴ്ച എന്ത് ചെയ്യണം? ഞായറാഴ്ച അതുകൊണ്ടൊരു വിധം കൊണ്ടുവന്ന് പള്ളിയിൽ സമർപ്പിച്ചതിന് ശേഷം ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് പാട്ടുപുസ്തകം കൊണ്ടുവരത്തില്ല, വേദപുസ്തകം കൊണ്ടുവരത്തില്ല, പ്രാർത്ഥനാ പുസ്തകം കൊണ്ടുവരത്തില്ല. പക്ഷേ അവരുടെ കക്ഷത്തിൽ ഒരു കാര്യം കാണും. എന്താണ്? ഒരു സഞ്ചി കാണും. സഞ്ചി കാണുന്ന അവിടെ വെച്ചേക്ക്. ആരാധന കഴിയുന്നു ഒന്നിനെ പോവുകയാണ്. ആരാധന താമസിച്ചാൽ പ്രശ്നമാണ്. എന്താണ്? പെരുന്നാളിൻ്റെ ആളാണ് മാർക്കറ്റ്. ഈ പൈസയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂലിപ്പണിക്കാർ വരുന്ന ദിവസം അവർ കച്ചവടക്കാരെന്ത് അവരങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവർ വരാൻ വേണ്ടി. ചെന്ന് താമസിച്ചവർ ചോദിക്കും, എന്നാ താമസിച്ചു, പള്ളിയിൽ ഇന്ന് പ്രസംഗം നീണ്ടുപോയെന്നൊക്കെ അവർ ചോദിക്കും. അവർ നേരത്തെ കച്ചവടം നടക്കണമല്ലോ, ഇന്ന് നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെവിടെയാണ്? മാർക്കറ്റിലാണ്. ദൈവത്തിൻ്റെ ഹൃദയം ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കണ്ണ് മാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയവുമുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവം കാണുന്നു അല്ലേ? ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള്, നമ്മുടെ ചിന്തകൾ ആണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ എവിടെ ഇരിക്കുന്നുവെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും വേദപുസ്തകത്തിൽ യെശയ്യാപ്രവചനം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അർത്ഥശൂന്യമായ ആരാധന എന്ന് പറയും. അർത്ഥശൂന്യം, അർത്ഥം എന്ന് പറഞ്ഞാൽ, അർത്ഥമുള്ളതെന്ന് പറഞ്ഞാൽ മുഴുവൻ ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളെല്ലാം ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതാണ് എന്ന് പറയുന്നത് അർത്ഥപൂർണ്ണമായ ആരാധന എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ദ്രിയജയം എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമെങ്കിൽ അതിനാണ് പറയുന്നത് ഇന്ദ്രിയജയം എന്ന് പറയും. ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെല്ലാം ദൈവത്തിലേക്ക് കേന്ദ്രീകരിക്കാനാണ് പറയുന്നത്. അത് സാധാരണ എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. ദൈവവുമുള്ള അഭേദ്യമായുള്ള ബന്ധത്തിലേ അത് നമുക്ക് സാധിക്കണം. നമ്മളത് എത്തിപ്പിടിക്കേണ്ട ഒരു അവസ്ഥയും കൂടെയാണ്. നമ്മൾ ഈ ദൈവിക സാന്നിധ്യ ബോധത്തിൽ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോവുകയാണ്. അടുത്ത 140-ാം വർഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ആഗമന ഞായറാഴ്ചയാകുന്നു, ആഗമന ദിവസങ്ങളാകുന്നു, ക്രിസ്മസ് ആകുന്നു. വളരെ ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടാടുന്നു. തീർച്ചയായിട്ടും പട്ടാഴി പ്രദേശത്ത് നമ്മുടെ സഭയ്ക്ക്, സഭാ മക്കൾക്ക് പ്രത്യേകമായൊരു സ്ഥാനവും വിലയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
മറ്റ് അനേക സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ഥാനം നമുക്ക് ഈ പ്രദേശത്തുണ്ട്. അത് നമുക്ക് ലഭിച്ചത് നമ്മുടെ കർത്താവ് മുഖാന്തരമാണ്. അതിലേക്ക് നമ്മളെ നയിച്ചത് മിഷണറി വീരന്മാരാണ്. അതിന് ഇന്ന് നമ്മളത് പാത്രഭൂതരായിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ സ്വീകരണമാണ്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഉത്സാഹിക്കാം. എല്ലാ നാളും ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാരത്തെ ദൈവാലയത്തിൻ്റെ നോക്കിയതുപോലെ നമുക്കും എന്ത് ചെയ്യാം? ദൈവാലയത്തിലേക്ക് നോക്കാം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് നോക്കാം, ദൈവത്തിൻ്റെ നടത്തിപ്പിനായി നമുക്ക് കാത്തിരിക്കാം, നോക്കാം. ദൈവം പറയുന്നതിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാം. പുതുവർഷം ആ കനികത്തിൻ്റെ വർഷമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരായിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിയുടെ സകല പ്രയത്നങ്ങളിലും അവരെല്ലാവരും കാണെ പകൽ സമയത്ത് തിരുനിവാസന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ദൈവത്തെ നോക്കി സഞ്ചരിക്കുന്ന, ദൈവത്തെ നോക്കി ജീവിക്കുന്ന ഒരു സമൂഹമാക്കി തീർന്ന് വളരെ വ്യത്യസ്തരായി നമുക്ക് ഈ നമ്മുടെ ചുറ്റുപാട് നല്ല സാക്ഷ്യമുള്ള സമൂഹം ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനുള്ള മെസ്സാക്കുകയും ശക്തിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം മഹത്വം കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.